നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അഹല്യ ജീവിതരേഖയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേശ് പയ്യന്നൂർ. ഇന്ന് ജീവിതരേഖയിൽ സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗ്ഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജിൽ ജിയോജി സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ കെ വി ഷംസുദ്ദീൻ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ. ഗുഡ് മോർണിംഗ് രമേശ് ജി. ഇന്ന് മാർക്കറ്റ് വീണ്ടും സ്വല്പം മുകളിലേക്ക് പോയിരിക്കുകയാണ്. 27,369 154 പോയിന്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഉയർച്ചയാണ് കാണുന്നത്. NSE 8,275 36 പോയിന്റ് ഉയർന്നിരിക്കുകയാണ്. ഇതിലെ നമുക്ക് പ്രധാനമായിട്ട് കാണുന്നത് FPI 17,000 കോടി റുപ്യ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ഇത്രയും ദിവസത്തിനകം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ക്യാഷ് സെഗ്മെന്റിൽ അവർ കാര്യമായിട്ട് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. അതേസമയം ഡെറിവേറ്റീവ്സ് സെഗ്മെന്റിൽ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ കാര്യമായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ മാർക്കറ്റ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബീഹാർ ഇലക്ഷനാണ്. ബീഹാർ ഇലക്ഷനിൽ BJPക്ക് എങ്ങനെ എത്ര സീറ്റ് കിട്ടും എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആ കിട്ടിക്കഴിഞ്ഞാൽ, കൂടുതൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രാജ്യസഭയിലേക്ക് കൂടുതൽ മെമ്പർമാർ വരികയും അവർ ഉദ്ദേശിക്കുന്ന ബില്ലുകളെല്ലാം പാസ്സാക്കാൻ സാധിക്കുക, GST പോലുള്ള ബില്ലുകൾ പാസ്സാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു വീക്ഷണം ഉണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയിലുള്ള ആളുകൾ GST പോലുള്ള ബില്ലുകൾ പാസ്സാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ചില മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്കണോമി ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ബീഹാർ ഇലക്ഷൻ റിസൾട്ടിന് പ്രധാന പങ്കുണ്ട് എന്ന ധാരണയാണ് ഇരിക്കുന്നത്. പക്ഷെ അതിനെപ്പറ്റി ഒന്നും തന്നെ ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കാരണം റിസൾട്ട് വരാതെ പ്രവചിക്കുന്നതിലൊന്നും ഒരു അർത്ഥമില്ലല്ലോ. എന്തായാലും എങ്ങനെയാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു ഏറ്റവും പ്രധാന സംഭവവികാസം ഉണ്ടായിട്ടുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇന്ത്യയിലെ ഏറ്റവും സമുന്നതമായ കമ്പനി എന്ന് പറയുന്ന ആ കമ്പനി മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ 13% റിസൾട്ട് വന്നപ്പോൾ ലാഭം ഉണ്ടാക്കിയിരിക്കുകയാണ്. 67.2 ബില്യൺ റുപ്പീസ്, $1.03 ബില്യൺ ആണ് ഈ രണ്ടാമത്തെ പാദത്തിൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വലിയൊരു നേട്ടമായിട്ട്, അതെ, വലിയ പ്രതീക്ഷ തേർഡ് പാദം ഉണ്ടായിട്ടുള്ളത്. തേർഡ് പാദത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ, ഇനി 2 പാദം കൂടെ ഉണ്ടാവുമ്പോൾ ഈ വർഷം വളരെ നല്ല റിസൾട്ടാണ് കാഴ്ചവെക്കുക. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഡിവിഡൻഡും, ചിലപ്പോൾ പലരും പ്രതീക്ഷിക്കുന്നത് ഒരു ബോണസും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തോ ആവട്ടെ, വളരെ നല്ല പ്രവർത്തന ഫലമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനിയും അഭിവൃദ്ധി ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല കമ്പനികളുടെയും റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ റിസൾട്ടിനനുസരിച്ചിരിക്കും ഇനി അങ്ങോട്ടുള്ള മാർക്കറ്റിന്റെ ഗതി എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. നിഫ്റ്റി 8,000 ക്രോസ് ചെയ്തപ്പോൾ തന്നെ അതൊരു ബാരിയർ ആയിരുന്നു. ഇനി മുകളിലേക്ക് പോകും എന്നുള്ളൊരു പ്രതീക്ഷ. 27,000 BSEയും അതുമാതിരി 8,000 NSEയും ക്രോസ് ചെയ്തപ്പോൾ പലരും പ്രതീക്ഷിക്കുന്നത് ആ ബാരിയർ ക്രോസ് ചെയ്തിരിക്കുന്നു, ഇനി സ്വല്പം മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ള നിഗമനത്തിലാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോഴും വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമായിട്ടുള്ള പല കമ്പനികളുണ്ട്. അത് നല്ല കമ്പനികൾ നോക്കി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചു സൂക്ഷിച്ചാൽ ദീർഘകാലത്തേക്ക് വളരെയധികം ഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. മറ്റു പ്രധാന കാര്യം ഉള്ളത്, ഈ ഒക്ടോബർ 27 ഇന്ത്യയിലെ വളരെ കാലങ്ങൾക്ക് ശേഷം ആദ്യമായി വീണ്ടും ഒരു എയർലൈൻ കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തുകയാണ്, IPOയ്ക്ക്. ഇൻഡിഗോയെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എയർക്രാഫ്റ്റ് ഒരു വർഷം ബുക്ക് ചെയ്തു എന്നുള്ള ഒരു പ്രശസ്തി നേടിയിട്ടുള്ള കമ്പനിയും കൂടിയാണിത്. 500-ൽ പരം എയർക്രാഫ്റ്റ് ഒരൊറ്റ വർഷം ഒന്നിച്ച് ബുക്ക് ചെയ്തിരിക്കുകയാണ്.
മാത്രമല്ല വളരെ ചിട്ടയോടുകൂടി നടക്കുന്ന സമയം കൃത്യമായിട്ട് സർവീസ്, വളരെ നല്ല സർവീസ്, ഒരു പുതിയ എയർലൈൻ ആയിട്ട് പോലും ലാഭകരമായി നടക്കുന്നു. അങ്ങനെയുള്ള ഒരു എയർലൈൻ കമ്പനിയുടെ ഓഫറാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ വില നിശ്ചയിച്ചിട്ടുള്ളതാണ് 700-765, മിനിമം 700-ഉം മാക്സിമം 765 ബുക്ക് ബിൽഡിംഗ് മെത്തേഡിലാണ് വരുന്നത്. നിക്ഷേപകർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സുവർണാവസരമാണ്. അത് ഇപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങിയാൽ നടക്കില്ല. നേരത്തെ തന്നെ അതിനുള്ള സംവിധാനങ്ങൾക്ക് ഒരുക്കിയ ആളുകൾക്ക് ഇതിൽ നിക്ഷേപം നടത്താവുന്നതാണ്. വളരെ സാധ്യതയുള്ള, ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം സാധ്യതയുള്ള ഒരു നിക്ഷേപമായിരിക്കും ഇതെന്ന് വേണം അനുമാനിക്കാൻ. അതുകൊണ്ട് ഇൻഡിഗോയിൽ നിക്ഷേപിക്കാൻ പറ്റുന്നവർക്കെല്ലാം നിക്ഷേപിക്കാം. നല്ലൊരു അവസരമാണ്. അത് നഷ്ടപ്പെടുത്താതിരിക്കുക. വളരെ അപൂർവമായിട്ടാണ് ഇപ്പോൾ IPOകളെല്ലാം ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ഒരു ചാൻസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ നോക്കാവുന്നതാണ്. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ വളരെയധികം മാർക്കറ്റ് താഴ്ന്നിട്ട് പോലും ഒരുവിധം നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നമ്മളുടെ പെൻഷന് വേണ്ടിയെല്ലാം അങ്ങനെയുള്ളതിൽ നിക്ഷേപിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാലും മാർക്കറ്റ് ഇത്ര താഴ്ന്നിട്ടുണ്ടെങ്കിലും പെർസെന്റേജ് വൈസ് നമുക്ക് വളരെ താഴ്ന്നതായിട്ട് കാണുന്നില്ല. നല്ല ഫണ്ടുകൾ, നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യാറുള്ള ഫണ്ടുകൾക്കൊന്നും തന്നെ വളരെയധികം ഇടിവ് ഉണ്ടായിട്ടില്ല മാർക്കറ്റ് കുറഞ്ഞതിനനുസരിച്ച്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വലിയ സംഖ്യകൾ ആളുകളുടെ കയ്യിലുണ്ടെങ്കിൽ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ളതൊക്കെ മെച്യൂറായി കയ്യിൽ കിട്ടുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു മേഖലയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കൽ. എന്നതുപോലെ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ തിരിച്ചുപോക്ക് എന്ന കാര്യം വിസ്മരിക്കാൻ പാടില്ല. നമുക്കൊരു തിരിച്ചുപോക്ക് നിർബന്ധമായതാണ്, അനിവാര്യമായതാണ്. അതുകൊണ്ട് അതിനുള്ള പ്ലാനിങ്ങിന് ഏറ്റവും നല്ലത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ്, എല്ലാ മാസവും ഒരു നിശ്ചയ സംഖ്യ എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 20% നമ്മുടെ മാസ വരുമാനത്തിൽ നിന്ന് നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രൈഡേ സാറ്റർഡേ ഞാൻ കുവൈത്തിലായിരുന്നല്ലോ. ആ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചത് കുവൈത്ത് എന്ന് പറയുന്ന GCC കൺട്രീസിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലൊന്നായിട്ടുള്ള ആ രാജ്യത്തെപ്പറ്റി വലിയ പ്രതീക്ഷ, എല്ലാ തരത്തിലും പ്രതീക്ഷയുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ പ്രവാസികൾ ജീവിക്കുമ്പോൾ അവിടെയുള്ള സ്വാതന്ത്ര്യം, എല്ലാവിധ കാര്യങ്ങൾക്കും ഉള്ള വളരെ ലിബറലായിട്ടുള്ള സാഹചര്യം, ഇപ്പോൾ നമ്മുടെ കലാ സാംസ്കാരിക മറ്റുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ യാതൊരു നിബന്ധനകളില്ല. ആരുടെ പെർമിഷനും ഒന്നും ആവശ്യമില്ല. ആർക്കും എപ്പോഴും എന്തും നടത്താം. പക്ഷെ നമ്മൾ സ്വന്തമായിട്ടുള്ള അച്ചടക്കം അവിടെയുള്ള എല്ലാ പ്രവാസികളും പാലിക്കാറുണ്ട്. പക്ഷെ അത്രയും സ്വാതന്ത്ര്യത്തോട് കാര്യം ചെയ്യാൻ സാധിക്കുന്നു. എന്നതുപോലെ ആനുകൂല്യങ്ങളുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെലവുള്ളതാണ് പ്രസവം എന്ന് പറയുന്നത്. അതിന് വലിയ ആനുകൂല്യങ്ങളാണ് അവിടെ ഉള്ളത്. അതിന് പോലും 2 KD-യാണ്, കുവൈത്ത് ദിനാറാണ്. 2 കുവൈത്തി ദിനാറേ അതിന് കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആലോചിക്കാവുന്ന, മറ്റുള്ള എല്ലാം ഓൾമോസ്റ്റ് ഫ്രീ ആണ്. എല്ലാം ഫ്രീ. ലോകത്തിൽ കിട്ടാവുന്ന ബെസ്റ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് അവിടെ കിട്ടുന്നു. അതുപോലെ ഇലക്ട്രിസിറ്റി, വാട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു നാമമാത്രമായിട്ടുള്ളൊരു ചെലവേ അതിന് വരുന്നുള്ളൂ. റെന്റാണെങ്കിൽ എല്ലാ മാസം കൊടുത്താൽ മതി. അങ്ങനെയൊക്കെയുള്ള വളരെ ലിബറലായിട്ടുള്ള സൗകര്യങ്ങളുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും താരതമ്യേന മെച്ചപ്പെട്ട സാലറി കിട്ടുന്നുണ്ട്. കുവൈത്തിൽ പൊതുവെ കുറച്ച് ഉയർന്ന സാലറിയാണല്ലോ കിട്ടുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ട് 350ഓളം ആളുകളാണ് വെള്ളിയാഴ്ച വൈകിട്ട് ഉണ്ടായ എന്റെ 342ാമത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. അതിൽ വെറും 5 പേര് മാത്രമാണ് നാട്ടിലേക്ക് തിരിച്ചുപോയാൽ ഇന്ന് ജീവിക്കുന്ന പോലെ ജീവിതം നിലനിർത്താൻ വേണ്ട സാമ്പത്തിക സൗകര്യങ്ങൾ ഉള്ളവർ എത്ര പേരെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായത് വെറും 5 പേര് മാത്രം. അത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് വേണം കാണാൻ. കാരണം ഇത്രമാത്രം സൗകര്യങ്ങൾ ലഭിക്കുന്നു. അതേസമയത്ത് നമ്മൾ UAE ജീവിക്കുന്ന പോലെ പണം അമിതമായി ചെലവാകാനുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലതാനും അവിടെ. പക്ഷെ എന്നിട്ടും കയ്യിലൊന്നും വരുന്നില്ല എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല അങ്ങനെയൊക്കെ ആയിട്ടും ധാരാളം ആളുകൾ കടമുള്ളവരാണ്. കാരണം ഒരു 25% ആളുകൾക്കും നാട്ടിലോ
അല്ലെങ്കിൽ കുവൈറ്റിലോ കടമുണ്ടെന്ന് അവർ കൈയുയർത്തി പറഞ്ഞു. അത് മറ്റൊരു ഭാഗം. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാനിവിടെ പ്രോഗ്രാം നടത്തിയ എല്ലാ സ്ഥലത്തും നടത്തിയിട്ടുണ്ടല്ലോ, GCC കൺട്രീസിലെ. അവിടെ നടന്നതിൽ ഏറ്റവും കൂടുതൽ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് സൗദി അറേബ്യയിലാണ്, വീട് വെച്ചവരുടെ എണ്ണത്തിൽ. പക്ഷെ അതിനേക്കാൾ കൂടുതലാണ് കുവൈത്തിലുള്ള ആളുകൾ വീട് വെച്ചിട്ടുള്ളത്. ധാരാളം വീടുകൾ കുവൈത്തിലുള്ള ആളുകൾ വെച്ചതും ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടിൽ പല സ്ഥലത്തായിട്ട് വീടിന് വേണ്ടി വളരെയധികം പണം ചെലവാക്കുന്ന ഒരു സ്വഭാവം എങ്ങനെയോ അവിടെ. അതെ. അപ്പൊ അതിന്റെ വശങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരുന്നു. പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യം, ഇവരാരും തന്നെ ഒരു തിരിച്ചുപോക്കിനെ പറ്റി ചിന്തിക്കുന്നില്ല. നമ്മളിത് പറയുമ്പോഴാണ് രണ്ട് തിരിച്ചുപോക്കിനെ പറ്റി നമ്മൾ എപ്പോഴും ആലോചിക്കണം. ഈ ഭൂമിയിൽ ജനിച്ചവർക്കെല്ലാം എന്നേക്കും ഒരു തിരിച്ചുപോക്കുണ്ട്, ഒരു മരണമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അത് എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. അതേസമയത്ത് ഗൾഫിൽ ജീവിക്കുന്ന എല്ലാവർക്കും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോക്കുണ്ട് എന്നുള്ളതും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇതിന് രണ്ടിനും തയ്യാറാവേണ്ടത് ഒരു മനുഷ്യന്റെ കടമയാണ്. കാരണം ഇവിടെ ജീവിക്കുമ്പോൾ എത്രയോ സുഖസന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. ഇപ്പോൾ അവിടെ തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങളിവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിത നിലവാരം ഉയർന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ സ്ഥലത്തും 2-3 ആളെങ്കിലും ഉയർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയാനുണ്ടാവും. പക്ഷെ അവിടെ ഒരാളുണ്ടായില്ല. എല്ലാവരും ഉയർന്നു എന്ന് അവകാശപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവരോടാണ് ഞാൻ ചോദിച്ചത്, തിരിച്ചുപോയാൽ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതും. പിന്നീട് വീണ്ടും അവരോട് ഞാൻ ചോദിച്ചൊരു സംഭവം, കുവൈത്തിൽ നിന്ന് തിരിച്ചുപോയി വേണ്ടത്ര സാമ്പത്തിക സൌകര്യമില്ലാതെ കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കണ്ടിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അത് 2-3 ആളുകളോട് ആ അനുഭവങ്ങൾ വിവരിക്കാൻ പറഞ്ഞപ്പോൾ അവർ ഒരാളല്ല കണ്ടിട്ടുള്ളത്, ഒരു പറ്റം ആളുകളുടെ ദയനീയാവസ്ഥ കണ്ടിട്ടുള്ളവരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരീക്ഷിക്കാതിരിക്കുന്നത് വളരെയധികം തെറ്റാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കണം, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. നമുക്കങ്ങനൊരു ദുരനുഭവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതാരും തന്നെ നമ്മുടെ പോക്കറ്റിൽ വെച്ച് തരുന്നതല്ല നമ്മുടെ സമ്പാദ്യം. നമ്മൾ സ്വയം തീരുമാനിക്കണം, നമുക്കൊരു തിരിച്ചുപോക്കുണ്ട്, ആ തിരിച്ചുപോയി ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ സമ്പാദ്യം ഉണ്ടായേ തീരൂ എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം. അപ്പോൾ അന്ന് ആ സദസ്സിൽ തന്നെ ഞങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല, അതിന് പ്രധാന കാരണം ചെലവുകളുടെ ആധിക്യമാണ്. നാട്ടിലായാലും ഇവിടെ ആയാലും ചെലവുകളുടെ ആധിക്യം കൊണ്ടാണെന്ന് അവർ അവകാശപ്പെട്ടു. പക്ഷെ അത് പറഞ്ഞ അതേ ആളുകൾ എന്നെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവരുടെ വരുമാനത്തിൽ നിന്ന് ഭാവിക്ക് വേണ്ടി 20% ഞങ്ങൾ മാറ്റിവെക്കാമെന്ന് അവർ തീരുമാനിച്ചു. ഒറ്റ ആള് പോലും പ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞപ്പോൾ പ്രതിജ്ഞ ചെയ്യാതിരുന്നില്ലേ. ഞാൻ അവരോട് പറഞ്ഞു, എന്റെ ഭാഗത്ത് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് അത് ചെയ്യാൻ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രതിജ്ഞ ചെയ്താൽ മതി. ഞാൻ ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിജ്ഞ നിങ്ങൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധം എനിക്കില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പ്രതിജ്ഞ ചെയ്താ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സന്നിഹിതരായ മുഴുവൻ പേരും നിന്ന് പ്രതിജ്ഞ ചെയ്യുകയുണ്ടായത്. നവംബർ മാസം മുതൽ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 20% ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കുമെന്നും ആ മാറ്റിവെച്ച സംഖ്യ കൃത്യമായി നിക്ഷേപമാക്കി മാറ്റുമെന്നും ഞാൻ അവിടെയുള്ള 350ഓളം പ്രവാസികളോട് പറഞ്ഞതും ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന 1 മില്യണിൽ കൂടുതൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും പറയുന്നത്, നമ്മൾ എങ്ങനെ ഒരു തീരുമാനം എടുക്കുക ചെയ്താൽ നമുക്ക് ഓരോരുത്തർക്കും നിഷ്പ്രയാസം നമ്മുടെ ഭാവിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നല്ല ഭാവി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ വരുമാനത്തിൽ നിന്ന് 20% മാറ്റിവെക്കാനുള്ളൊരു ശീലം നമ്മൾ ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് വിശദീകരിക്കാം. ജീവിതരേഖ തുടരുന്നു. സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗ്ഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രീ KV ഷംസുദ്ദീനാണ്. ഈ സമ്പാദ്യശീലം വളർത്തുക എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യവും എന്നാൽ മറ്റ് പലരെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായിട്ടൊരു കാര്യമാണ്. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമ്പാദ്യശീലം വളർത്താൻ പറ്റും. ഒരുപാട് അനുഭവസ്ഥരും നമുക്ക് ചുറ്റും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോഴേ നമ്മൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് കുടുംബമായിട്ട് ജീവിക്കുകയാണെങ്കിൽ 2 ചെലവുകളാണ്
പ്രധാനമായിട്ടും ചെലവുകൾ. ഒന്ന് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, രണ്ടാമത് റെന്റ്. എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് റെന്റ്. ഇത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ചെലവുകളും നമ്മളെ കൺട്രോളിലുള്ളതാണ്, നമ്മൾ നിശ്ചയിക്കുന്നതാണ്. ഇപ്പോൾ ഭക്ഷണമാവട്ടെ, വസ്ത്രമാവട്ടെ, മറ്റുള്ളതാവട്ടെ, മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് അബുദാബി അതുപോലെ മറ്റു പല ആളുകൾക്കും ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു സംഖ്യ എപ്പോഴും നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കണം. പക്ഷെ ഇതൊരു മനോഭാവമാണ്. ഇപ്പോൾ സമ്പാദ്യം എന്ന് പറയുന്നത് ഒരു മനോഭാവം, ഒരു വ്യക്തിയുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡാണ് ശരിക്കും. അപ്പം നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ളത് 20%, നമ്മുടെ വരുമാനത്തിന്റെ 20%, 80-20 എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എല്ലാ കാര്യത്തിലും ശക്തിയായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് 20% നമ്മൾ മാറ്റിവെക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് ശമ്പളം കിട്ടുന്നത് 4000 ദിർഹം ശമ്പളമാണെങ്കിൽ അതിൽ 800 ദിർഹമാണ് അതിന്റെ 20% വരുന്നത്. ഈ 20% അങ്ങ് മാറ്റിവെച്ച് 3200 എന്റെ ശമ്പളം, എന്റെ വരുമാനം എന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ എത്തണം. അത് എത്തിയിട്ട് 2 ചെലവുകൾ എന്ന് പറഞ്ഞാൽ 2 ചെലവുകൾ അതിൽ നിന്ന് അങ്ങ് മാറ്റിവെച്ചിട്ട് ബാക്കി വരുന്ന സംഖ്യ എത്രയാണോ അതിൽ നമ്മുടെ ചെലവുകളെ ഒതുക്കുക. ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ സാധാരണ ആഴ്ചയിൽ 1-2 തവണ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലുണ്ട്, ചിലപ്പോൾ അതിൽ കൂടുതൽ ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു നിയന്ത്രണം നമുക്ക് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ഒരു നേരം നമ്മൾ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ചാൽ കൊടുക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ അതില് ഉടനെ നമുക്ക് നിയന്ത്രണം വരുത്താം. സാധാരണ ഒരു മാസത്തില് 5-6 പ്രാവശ്യം പോയി ചെയ്യുന്നത് 2-3 പ്രാവശ്യമാക്കി കുറക്കുക. അപ്പൊ അതിലൊരു മിച്ചം വന്നു. അതുപോലെ തന്നെ മറ്റു പല നമ്മൾ നിത്യം ഉപയോഗ സാധനങ്ങളായിട്ട് വാങ്ങിക്കുന്ന കാര്യങ്ങളിൽ അതിലും നിയന്ത്രണങ്ങൾ വരുത്താൻ സാധിക്കും. നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും, അതേ സമയത്ത് കുറഞ്ഞ വിലക്ക് കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും. അല്ല, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഒരു 50%-ലധികം സാധനങ്ങൾ നമ്മൾ വെറുതെ വാങ്ങിക്കുന്നതാണ്. അതെ, അത് പലപ്പോഴും അതിനെ കൊണ്ട് ഉപകാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ പലപ്പോഴും നമ്മൾ പല ഓഫറുകളിലും ആകർഷകരായിട്ട് പല സാധനങ്ങളും വാങ്ങിക്കൂട്ടും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നതാണ്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ചും സ്ത്രീകളായില്ല. എനിക്ക് തോന്നില്ല ഏതെങ്കിലും ഒരു സഹോദരി അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ ലിസ്റ്റിൽ കാണിച്ച സാധനം മാത്രം വാങ്ങിച്ചു വന്നിട്ടുണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണും. കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അതെല്ലാം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങുന്ന സമയത്ത് ടൂത്ത് പേസ്റ്റിനേക്കാൾ വിലയുള്ള ഒരു ഷാമ്പും കൂടെ അതിനോടൊപ്പം ബണ്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കും. അതുകൊണ്ട് ഫലം കിട്ടുന്നത്, നേട്ടമുണ്ടാവുന്നത് ഷോപ്പ് കീപ്പർക്കാണ്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഒരു സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുക, അവർക്ക് പൈസയും കൊടുത്തിട്ട്. ഇങ്ങനെ പലപ്പോഴും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളാവട്ടെ, വസ്ത്രങ്ങളാവട്ടെ, ഇപ്പൊക്കെ വളരെ അത്യാവശ്യം എന്ന് വാങ്ങിച്ച പലതും വളരെ റെയറായിട്ട് ഉപയോഗിച്ച ഒരു കോർണറിൽ ഇരിക്കുന്നുണ്ടാവും. വസ്ത്രമാവട്ടെ നമ്മൾ മേടിച്ചാണെങ്കിലും ധരിക്കണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ വാർഡ്രോബ് തുറന്നാൽ പലപ്പോഴും നമ്മൾ വാങ്ങിച്ച വസ്ത്രത്തിന്റെ അടുത്തേക്ക് കൈയെത്തില്ല, അതവിടെ ഇരിക്കും കുറെ കാലം, പിന്നെ എടുത്ത് കളയും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലെല്ലാം നിയന്ത്രണം വരുത്തുക. അങ്ങനെ നിയന്ത്രണം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചെലവുകൾ ഒതുക്കുക. അതിന് വേണ്ടതൊരു ബഡ്ജറ്റാണ്, ഫാമിലി ബഡ്ജറ്റ്. അതിപ്പോ ഫാമിലി ഇവിടെ ഉള്ളവരാണെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടെ വേണമെങ്കിൽ മക്കളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം ആ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത്. ആ തയ്യാറാക്കേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 4000 ശമ്പളം കിട്ടുന്ന ആളാണെങ്കിൽ ഉദാഹരണമായിട്ട് 3200 ചെലവുകൾ ഒതുക്കലാണ് ആ ബഡ്ജറ്റിന്റെ ഉദ്ദേശം. അങ്ങനെ ചെയ്യുക. എന്നതുപോലെ നാട്ടിലുള്ള കുടുംബങ്ങളിലാണെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ഇവിടെയുള്ള ഭർത്താവ് ഭാര്യയുമായി ഒന്ന് ചർച്ച ചെയ്യുക. ഇന്ന് എഴുതി ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയക്കാം. വളരെ നിഷ്പ്രയാസം നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ചിലതൊക്കെ കൂട്ടാം, ചിലതെല്ലാം കുറക്കാം. നാട്ടിലാണെങ്കിൽ റെന്റില്ല, മറ്റൊന്നുമില്ല, ആകെ കുട്ടികളുടെ ഫീസ് മാത്രമാണ്, പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പൊ അതിനും ഈ പറഞ്ഞ പോലെ ഒരു സംഖ്യ മാറ്റിവെക്കുക. എപ്പോഴും ചില മാസങ്ങളിൽ ചെലവ് വരും, വേറെ ചില മാസങ്ങളിൽ അത്രയും ചെലവ് വരില്ല. അപ്പൊ അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകും. അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ നാട്ടിലെ എല്ലാ ഉൽപ്പന്നങ്ങളും, ഇപ്പോ ആപ്പിൾ മേടിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് വന്ന ആപ്പിളുണ്ട്, അതിന്റെ നേർപകുതി വിലയ്ക്ക് സിംല ആപ്പിൾ കിട്ടും.
അത് ഏത് വാങ്ങിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അതുപോലെ എല്ലാ മത്സ്യത്തിന് വ്യത്യസ്ത വിലയുള്ളത് നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ വിലയുള്ളതുണ്ട്, മിതമായ വിലയുള്ളതുണ്ട്. ഭക്ഷണ സാധനങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അരിയിലുണ്ട് വളരെ വളരെ അന്തരം നമുക്ക് കാണാം പ്രൈസിൽ. ഇതൊക്കെ നമുക്ക് നിയന്ത്രണം നടത്താവുന്ന കാര്യങ്ങളാണ്, നമ്മുടെ കയ്യിൽ തന്നെയുള്ളതാണ്, ശരിക്കും നമ്മുടെ കൺട്രോളിലുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കൺട്രോൾ വെച്ചുകൊണ്ട് നമുക്ക് നിയന്ത്രണം വരുത്തിയാൽ മാത്രമേ തിരിച്ചുപോയാൽ സുഖകരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുള്ളൂ. അത് തന്നെ നമുക്ക് ധാരാളം നിക്ഷേപകർ ഇത് കേട്ടുകൊണ്ട് നിക്ഷേപം നടത്തിയിട്ട് ജീവിതം വളരെ ശാശ്വതമാക്കിയ ആളുകൾ എത്രയുണ്ട്. എല്ലാ മാസവും ഈ കിട്ടുന്ന സംഖ്യ SIP പോലെ ഇൻവെസ്റ്റ് ചെയ്യുകയും ഇന്ന് 5-10 വർഷമായിട്ട് നമ്മളത് പറഞ്ഞു തുടങ്ങിയിട്ട് 2001 പറഞ്ഞു തുടങ്ങിയിട്ടുള്ളതാണ്. അതിനുശേഷം എത്രയോ ആളുകൾ ഇങ്ങനെ നിക്ഷേപം നടത്തി അതിന്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. അതിന്റെ ഫലസിദ്ധിയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്ന് ഇവിടെ ജീവിക്കുന്നത് വളരെ സമാധാനത്തോടുകൂടിയാണ്. പലരും നാട്ടിൽ പോയിട്ട് അവർ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ്. അവരോട് എങ്ങനെ ഇത് സാധിച്ചു എന്ന് ആര് ചോദിച്ചാലും ഉടനെ പറയുന്നത് ചിലപ്പോഴൊക്കെ നാട്ടിൽ നിന്ന് സന്തോഷത്തോടുകൂടി വിളിക്കും എന്നെ. അന്ന് അങ്ങനെ പറഞ്ഞ് ചെയ്തുകൊണ്ട് ഇന്ന് സുഖമായിട്ട് ഇവിടെ ജീവിക്കുകയാണെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തരും ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുക. ഇപ്പൊ നാട്ടിൽ പോയിട്ടുള്ള പല സഹോദരങ്ങളും പ്രവാസിയുടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കാൻ മടി കാണിക്കാത്തവരാണ് നമ്മളെല്ലാം. നമ്മുടെ ആ വിഷമങ്ങൾ മനസ്സിലൊതുക്കിക്കൊണ്ട് ആരോടും പറയാൻ ഇല്ലാതെ വീട്ടിനകത്തുനിന്ന് ഉണ്ടാവുന്ന വേദനാജനകമായ പ്രതികരണം സ്വന്തം ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്ന് പോലും പ്രതികരണങ്ങൾ ഉണ്ടാവുമ്പോൾ അതെല്ലാം മനസ്സിലൊതുക്കി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പ്രായാധിക്യം എന്നതുപോലെ അനാരോഗ്യം അതെല്ലാം അവഗണിച്ചുകൊണ്ട്. തീർച്ചയായിട്ടും ഇവിടുന്ന് കുടുംബത്തിന് നാട്ടിലേക്ക് ഇഷ്ടംപോലെ ധാരാളം പണം അയച്ചു കൊടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഭാര്യയും മക്കളും ഉപേക്ഷിച്ച എത്രയോ ആൾക്കാർ നമ്മൾ സംഭവങ്ങൾ. അപ്പൊ അവർക്ക് പിന്നീട് സ്വന്തം സമ്പാദ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്ന എത്രയോ ആൾക്കാർ നമുക്ക് ചുറ്റും നമുക്ക് ധാരാളം കാണാം. ഇതൊന്നും പലരും കണ്ടില്ല നടിക്കുകയാണ്. അല്ല, ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും അത്ര അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, അവരെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതാണ് ഞാൻ കാണുന്നത്, അപ്പോൾ എന്തായിരിക്കും ഇങ്ങനൊരവസ്ഥ എനിക്ക് വന്നാൽ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരാളും അനാവശ്യമായിട്ട് പണം ചെലവാക്കുകയും ചെയ്യില്ല, അതുപോലെ തന്നെ ഒരു പ്ലാനിങ്ങിന് മുന്നോട്ട് ഇറങ്ങാതിരിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തരും അങ്ങനെയുള്ളൊരു പ്ലാനിങ്ങിൽ കൂടെ, അതുപോലെ എല്ലാ മാസവും കൃത്യമായി ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വരുമാനത്തിൽ നിന്ന് 20% ഒരു നിക്ഷേപം നടത്തുന്ന ഒരു സ്വഭാവം നമ്മൾ കെട്ടിപ്പടുക്കൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ അടുത്ത 7-ാം തീയതി അബുദാബിയിലെ പ്രവാസികൾ, ഇപ്പോൾ കുവൈത്തിൽ നടന്നതുപോലെ എന്റെ 343ാമത്തെ ക്ലാസ് നടത്താൻ പോവുകയാണ്. മദീന സയ്യിദ് ലുലു മാളിന്റെ 2nd ഫ്ലോറിൽ പാർട്ടി ഹാളിൽ വെച്ചിട്ടാണ് 7-ാം തീയതി ശനിയാഴ്ച 6:30 മണി മുതലാണ് ആരംഭിക്കുന്നത്. ഏകദേശം 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമാണ്. അബുദാബിയിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും കുടുംബസമേതം വരാം. അതിന്റെ സംഘാടകരെ, പുറത്തുള്ള ആളുകളെ, അവരുടെ മെമ്പർമാരെ മാത്രമല്ല പുറത്തുള്ള ആളുകളെയും ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബസമേതം വരികയും അത് കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ആവശ്യകത എന്താണെന്ന് വളരെയധികം വ്യക്തമാവുകയും അതുകൊണ്ട് ഒരു നല്ല ജീവിതം, നല്ലൊരു ഭാവി നമുക്കുണ്ടാക്കുവാൻ സഹായമാവുകയും ചെയ്യും. സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗ്ഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജിയിൽ ജിയോജി സെക്യൂരിറ്റീസിന്റെ ഡയറക്ടർ ശ്രീ KV ഷംസുദ്ദീനാണ്. ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0439144163. ഹലോ 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 ചെറിയ സാങ്കേതിക തടസ്സം. ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ് രമേശ്, ഇത് ബഷീറാണ്. പറയൂ ബഷീർ. എനിക്ക് ഷംസുദ്ദീൻ സാറിനോട് സംസാരിക്കും. കേൾക്കുന്നുണ്ട് ബഷീർ. അസ്സലാമു അലൈക്കും. അസ്സലാം സാർ. ഞാന് ഏകദേശം ഒരു സാറ് പറഞ്ഞ ആ കാലഘട്ടം മുതൽ ഈ പരിപാടി കേൾക്കുന്ന ആളാണ്. താഴ്ന്ന കുടുംബത്തിൽ നിന്ന് ഗൾഫിലേക്ക് ആദ്യമായിട്ട് വരുന്നൊരു വ്യക്തിയാണ്, ഒരു 25-27 വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ. അപ്പോ ഞാൻ സാറിനെ ബന്ധപ്പെടുകയും നമ്മൾ നേരിട്ട് കാണുകയും സംസാരിക്കുകയും സാറിന്റെ പേപ്പേഴ്സൊക്കെ എന്റെ കയ്യിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ട്വിറ്ററിലും ഇതിലൊക്കെ കാണാറുണ്ട്. പക്ഷേ സാർ ഈ പറഞ്ഞ ഒരു സമ്പാദ്യ പദ്ധതി ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതെന്താ കാരണം എന്ന് ചോദിച്ചാല്, എനിക്ക് 3 ആൺമക്കളാണ്.
രണ്ടുപേര് എഞ്ചിനീയറാണ്. ഒരാളിപ്പം കോഴ്സ് കഴിഞ്ഞ് ജോലി ചെയ്യുന്നു, ഒരാൾ കോഴ്സ് കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്, ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഇൻവെസ്റ്റ് മുഴുവൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭീമമായ ലോണൊന്നും എടുത്തിട്ടൊന്നുമില്ല അവരെ പഠിപ്പിച്ചത്. എന്റെ കൈ കിട്ടുന്നത് കൊണ്ട് കൊച്ചു കൂട്ടിവെപ്പ് കൊണ്ട് പഠിപ്പിച്ചാണ്. പൈസ കൊടുത്ത് പ്രൈവറ്റ് കോളേജിൽ തന്നെ പഠിച്ചു. അവർ വലിയ മാർക്കൊന്നും മെറിറ്റൊന്നും കിട്ടിയ ആൾക്കാരൊന്നുമല്ല. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഞാൻ ഇന്നലെ വിദ്യാഭ്യാസം കൊടുത്തു എന്നുള്ളത് മാത്രമേ എന്റെ സമ്പാദ്യം. അതിലെനിക്ക് പെൻഷൻ കിട്ടുമോ അല്ലെങ്കിൽ അവർ പിന്നീട് എന്നെ നോക്കുമോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇളയ മോനും ഈ പറഞ്ഞ പോലെ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, ഫസ്റ്റ് ഇയർ. അവന് നല്ലൊരു നിലയിൽ ഒരു PG കോഴ്സ് ഒക്കെ എടുപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു 47-48 വയസ്സായ എനിക്ക്. അപ്പോ സമ്പാദ്യം ഇല്ലെങ്കിൽ ഇപ്പം ഒരു ഗൾഫുകാരൻ ഒരു പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവന്റെ എന്താ ഞാനിപ്പോ പെട്ടെന്ന് സഡൻലി എനിക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള എന്റെ ചോദ്യം. അതായത് ബഷീർ ഒന്ന് ആലോചിച്ച് നോക്കുക, താങ്കളെ സംബന്ധിച്ച് നല്ല 3 മക്കളുണ്ടെന്ന് പറഞ്ഞ വലിയ സമ്പാദ്യ. അതെ. ഇപ്പൊ താങ്കളെ കയ്യിൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ല വേറെ ഇല്ല എന്ന് പറയുമ്പോ താങ്കളുടെ സമ്പാദ്യം ഈ മക്കള് മാത്രമാണ്. തീർച്ചയായിട്ടും വീടുണ്ട്. വീടുണ്ട്. അപ്പൊ ചെന്ന് കഴിഞ്ഞാല് ആ മക്കള് ജോലി കിട്ടട്ടെ, വേഗത്തിൽ രണ്ടാമത്തെ ആൾക്കും ജോലി കിട്ടട്ടെ, ജോലി കിട്ട് അവര് നിങ്ങൾക്ക് ഒരു തണലായി തീരട്ടെ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം കയ്യിൽ പണമില്ലാതെ വേറെ പണം കിട്ടാനുള്ള വഴികളൊന്നുമില്ല. അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു എന്ന ഒരു സാഹചര്യത്തില് ഇപ്പൊ രണ്ടുപേരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഇപ്പൊ മൂന്നാമത്തെ ആളും ഈ അതിന്റെ ഏകദേശം ലെവലിൽ എത്തിയിരിക്കുന്നു. അതെ, എത്തിയിരിക്കുന്നു. അപ്പൊ ഇതുവരെ ചെലവാക്കിയ അത്ര ഇനി ചെലവാക്കാനില്ല. അപ്പൊ ഇനി ഇവിടെ കുറച്ചു കാലം കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ താങ്കൾ ചെയ്യേണ്ടത് താങ്കളുടെ വരുമാനത്തിൽ നിന്ന് കൃത്യമായിട്ടൊരു സംഖ്യ നാളത്തേക്ക് വേണ്ടി സമ്പാദിക്കണം. മാത്രമല്ല മകനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. മൂത്ത മകന് ഇവിടെയാണോ എങ്കിൽ താങ്കൾ എങ്ങനെയെങ്കിലും എന്നെ ബന്ധപ്പെടുത്തുക. ഇവനവൻ ജോലി കിട്ടിയോ? അതെ, ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിനെ എന്നെ ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഞാൻ അയാളോട് സംസാരിച്ചിട്ട് ചില സംവിധാനങ്ങളൊക്കെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ചില ഉത്തരവാദിത്തം അവർക്കും ഏൽപ്പിച്ചു കൊടുക്കണം. അത് താങ്കൾ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് പറയാൻ സാധിക്കും. ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് പറയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടാവും. അതേസമയത്ത് ഒരു പുറത്തുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു വ്യക്തി ഇത്രമാത്രം ബുദ്ധിമുട്ടി പഠിപ്പിച്ച് ഈ നിലയിലെത്തിയ ഒരാളെ എന്റെ മുമ്പിൽ വന്നാൽ അങ്ങനെയുള്ളവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് മുമ്പ് സാധിച്ചിട്ടുണ്ട്, ഇനിയും സാധിക്കും. അപ്പൊ അതുകൊണ്ട് ബഷീർ ചെയ്യേണ്ടത് ഒരു ദിവസം മകനുമായിട്ട് എന്റെ അടുത്ത് വരിക, എന്നിട്ട് ചില ഓക്കെ ഇല്ല അവിടുന്ന് മാറി ഞങ്ങൾ അൽഖാനിലാണ് ആ വലിയ മസ്ജിദിന്റെ നേരെ മുമ്പില്, അല്ലെങ്കിൽ പെട്രോഫാക്കിന്റെ വലിയ മസ്ജിദിന്റെ മുമ്പില്. ഒരു ചോദ്യം കൂടിയുണ്ട് സാർ. ഇപ്പൊ എനിക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. 2 വർഷം ഇപ്പം ഞാനൊരു നീണ്ട ലീവിന് നാട്ടിൽ പോകാനുള്ള പരിപാടി, ഇപ്പോൾ ഉള്ള ജോലി ഒഴിവാക്കിയിട്ട് ഒരു ചികിത്സ നിർബന്ധമായി വന്നിട്ടുണ്ട്. ഒരുപാട് കാലം ഡ്രൈവ് ചെയ്യുന്നുണ്ട്, തോളലിനൊരു തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ ഇപ്പൊ നാട്ടിൽ പോയി തിരിച്ചു വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് ഗവൺമെന്റിൽ നിന്നൊക്കെ ആനുകൂല്യം കിട്ടുമോ? 28 വർഷം പ്രവാസ ജീവിതം നയിച്ചാളെന്നാൽ. അയ്യോ എന്റെ സുഹൃത്തെ, ഇതെല്ലാം ഒന്നും തന്നെ കിട്ടില്ല, ഒരാളും തരാനില്ല. നമുക്ക് നമ്മളേ ഉള്ളൂ. നമ്മളെപ്പോഴും പറയുന്നത് നമ്മളെ മറ്റൊരാളും സഹായിക്കില്ല. നമുക്ക് വേണ്ട നമ്മൾ തന്നെ ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് അതാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിരന്തരം പറയുന്ന ഒരു കാര്യം, നമ്മളെ സഹായിക്കാൻ നമ്മളല്ലാതെ ഒരാളുണ്ടാവില്ല. അല്ല, ഈ ഒരു പെൻഷൻ പ്ലാൻ എന്ത് പെൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ തരുന്ന പറയണത് 300 ദർഹം. താങ്കൾ ഒന്ന് ആലോചിച്ചു ബഷീർ, 300 ദർഹമല്ല 300 റുപ്പിയാണ് പറയണത്. 300 റുപ്പിയ കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സംഖ്യയുടെ എന്താണ് ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നാട്ടില് 300 റുപ്പിയ കിട്ടിക്കഴിഞ്ഞാല് 300 റുപ്പിയ അടച്ചു കൊടുത്താൽ 300 റുപ്പിയ കിട്ടുമെന്നല്ല പറയുന്നത്. വളരെ നിസ്സാരമായി വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, വാഗ്ദാനങ്ങളല്ല. നമ്മൾ ആലോചിച്ച് നോക്കട്ടെ, 300 റുപ്പിയ ചെയ്താൽ അതുകൊണ്ട് എന്ത് കിട്ടാനാണെന്ന് നമുക്ക് സ്വയം ആലോചിക്കേണ്ടതാണ്. ഇപ്പൊ താങ്കള് ഞാൻ 27, താങ്കൾ 27 വർഷമായി എന്ന് പറഞ്ഞില്ലേ? 27 വർഷമായി എന്ന് പറഞ്ഞാൽ 30 വർഷം ജീവിച്ചു എന്ന് വിചാരിക്കുക. താങ്കൾ 1000 റുപ്പിയ ഏവറേജ് വെറും 1000 റുപ്പിയ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ
താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ 35,000 റുപ്യ മന്ത്ലി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യമാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. എനിക്കൊരു മാസം ഇല്ല, അതായത് പറഞ്ഞത് ഞാൻ പറയുന്നത് 1,000 റുപ്യാണ്. പക്ഷേ 1,000 റുപ്യ എന്നാൽ 500 റുപ്യ എന്ന് വെച്ചോ. അപ്പോഴും 35 എന്നുള്ളത് 15,000 റുപ്യ കിട്ടുകയാണെങ്കിൽ 500 റുപ്യ ചെയ്താൽ 15,000 റുപ്യ കിട്ടില്ലേ? തീർച്ചയായിട്ടും അന്നൊക്കെ നമ്മളെ ആവശ്യങ്ങൾ ഏറ്റവും വലുതായിട്ട് കണ്ട് നമ്മളെ കുടുംബത്തിന് വേണ്ടി നമ്മൾ അവരാവശ്യമാണ് വലുതെന്ന് കണ്ട് നിസ്സാരമായൊരു സംഖ്യ പോലും മാറ്റിവെക്കാൻ നമ്മൾ ശ്രമിച്ചില്ല എന്നുള്ള അതിനൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അല്ല, അന്ന് ഈ പറഞ്ഞ 300 റുപ്യ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ 10,70,000 ആയനെ. അപ്പോ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ട് പക്ഷെ ഇന്ന് മുതൽ എനിക്ക് പറയാനുള്ളത്, താങ്കളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കുറഞ്ഞിരിക്കുന്നു. താങ്കൾ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിക്കുന്നിടത്തോളം കാലം അടുത്ത മാസം മുതൽ താങ്കൾക്ക് കിട്ടുന്ന 20% മാറ്റിവെക്കണം. കഴിയുന്ന വേഗത്തിൽ താങ്കളും താങ്കളുടെ മകനും കൂടി എന്റെ അടുത്ത് വരണം. തീർച്ചയായിട്ടും ഞാൻ കുറെ ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കും. ഞാൻ ഈ ശനിയാഴ്ച സാർ ഓഫീസിലുണ്ടാവോ? ഈ ശനിയാഴ്ച ഉണ്ടാകും? ഇല്ല, ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ഉണ്ടാവില്ലേ? വെള്ളിയാഴ്ച ഉണ്ടാവില്ലേ? വെള്ളിയാഴ്ച ഉണ്ടാവും. അടുത്ത ശനിയാഴ്ച ഞാൻ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഹോളിഡേ. എനിക്ക് വെള്ളി ശനി അവധിയാണ്. അങ്ങനെയാണ്. അപ്പൊ വെള്ളിയാഴ്ച വന്നോളൂ. ഷാർജ ഓഫീസിൽ ഉണ്ടാവും ഞാൻ. ഈ വരുന്നല്ല, അടുത്ത വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അവനെ കിട്ടില്ല. വെള്ളിയാഴ്ച വരും, ഞാൻ ഓഫീസിലുണ്ടാവും. ഓക്കെ, ഓ ശരി, ഞാൻ വിളിക്കാം. ശരി ബഷീർ. ശ്രോതാക്കൾക്ക് വിളിക്കണ നമ്പർ 0439141163. ഹലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജീവിതരേഖ. സാറേ, ഞാൻ സൗദിയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് സിജു എന്നാണ്. സിജു പറയൂ. കേൾക്കുന്നുണ്ട് സിജു. സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറേ, ഇപ്പം എനിക്കൊരു സംശയം ചോദിക്കാൻ വേണ്ടി. ഞാനാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ 1 വർഷത്തിൽ 1 ലക്ഷം രൂപ വെച്ച് എന്റെ അക്കൗണ്ടിൽ ഞാൻ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ. അത് എനിക്ക് ഉപകാരമായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ? താങ്കൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത സേവിങ്സ് അക്കൗണ്ടിലാണെങ്കിൽ 4% കിട്ടുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ 7% കിട്ടുന്നത്. അല്ല, അതെനിക്ക് വിത്ഡ്രോ ചെയ്തിട്ട് അത് ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിലാണ് താങ്കൾ മാസം ചെയ്യുന്നതെങ്കിൽ താങ്കൾ ഒരു 5 വർഷമെങ്കിലും ഇവിടെ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് സുഖമായി ജീവിക്കാനുള്ളൊരു വക അതിൽ നിന്ന് കിട്ടും. അപ്പോൾ താങ്കൾ ചെയ്യേണ്ടത് ഇതുവരെ സമ്പാദിച്ച സംഖ്യ ഒന്നിച്ചും പിന്നീട് അങ്ങോട്ട് എല്ലാ മാസവും SIP ആയിട്ടും ചെയ്യുക. ഒരു 3-4 നല്ല ഫണ്ടുകളിൽ നോക്കി ചെയ്യുക. അങ്ങനെ ചെയ്താൽ അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താങ്കളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാൻ കാർഡ് ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതിയിട്ട് എനിക്കൊരു SMS അല്ലെങ്കിൽ വാട്സാപ്പോ അയക്കും. ഇവിടെ ഒരു നമ്പർ പറയും, ആ നമ്പറിൽ. സാറേ, സൗദിയിൽ സാറിന് ഓഫീസുണ്ടോ? ദമാമിൽ ഓഫീസുണ്ട്. ദമാമിലുണ്ട്. ഓക്കെ, ഞാൻ നമ്പർ കുറിച്ചെടുക്കുക ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, ശരി. ഓക്കെ, മോസ്റ്റ് വെൽക്കം. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. ഇത്ര നേരം സംസാരിച്ചത് ശ്രീ KV ഷംസുദ്ദീനാണ്. അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ 05064678001, 05064678001, അല്ലെങ്കിൽ 050145558. kvshams@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.